Hi, good evening, all. Hi. ഓക്കെ, അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ SSA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ അതിന്റെ എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ഗുഡ് ഈവനിങ്. നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം നമ്മൾ അവസാനം ഈ ഒരു സെഷന്റെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്കുള്ള ഡൗട്ടൊക്കെ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. അതെല്ലാം നമുക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ അതിനുള്ള മറുപടികൾ തരാം. ഇപ്പൊ ഞാൻ എന്താണ് ഇപ്പൊ കുറച്ചു പേർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലെ? സോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ SSA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റിന്റെ OMR എക്സാമിനേഷൻ 2024 നവംബർ 15-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജോയിൻ ചെയ്ത എല്ലാവരും ആ എക്സാം എഴുതിയിട്ടുള്ളവരായിരിക്കും. അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള മെസ്സേജ് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് പേർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറെ ഡൗട്ടുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് പോസ്റ്റിനെ കുറിച്ചൊന്ന് അല്ലെ അറിയാത്തവർക്കായിട്ട്, ഇപ്പൊ എക്സാം എഴുതി ശരിയാണ്, പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മളിപ്പോ ഇവിടെ കാണിക്കുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ITI-യിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ. കുറെ ട്രേഡ് ഉണ്ട്. അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് വരുന്നത് ഇതാണ്. 37,400 മുതൽ എന്നാണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കൂ, കണ്ടോ, നമ്മുടെ ഒരു പോസ്റ്റ് ഇതാണ് 667/2023 സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്. ഇവിടെ ഇതെല്ലാം ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസും നമ്മുടെ പോസ്റ്റിന് ഒരു വേക്കൻസിയാണ്. അത് ആ ഒരു ടൈമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടി വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ട്രേഡിന്റെ എക്സാം 2018 ഓഗസ്റ്റ് 13-ാം തീയതിയാണ് കഴിഞ്ഞിട്ടുള്ളത്. 2018-ലാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് 25-ആയി അല്ലേ? അപ്പൊ അതിന്റെ നിയമനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 14ഓളം പേര് അന്ന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ നിന്ന് എല്ലാവരും എടുത്തിട്ടുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് മെയിൻ ലിസ്റ്റിൽ നിന്ന് എല്ലാവരും എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് വേക്കൻസികൾ പ്രതീക്ഷിക്കാം. അന്നത്തെ വേക്കൻസിയാണ് ഒരെണ്ണം ഉള്ളത്. നമുക്ക് കൂടുതൽ വേക്കൻസികൾ ചാൻസ് ഉണ്ട്, വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ്. ഇതില് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് വന്നു. അപ്പൊ കുറെ പേർക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഇക്വലൻസി വേണോ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ SSA എന്ന് പറഞ്ഞ പോസ്റ്റ് ITI-കളിലാണ് പഠിപ്പിക്കുന്നത്. ഈ കേരളത്തിൽ കുറെ ITI-കളുണ്ട്. അതില് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഡിപ്ലോമ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ കോഴ്സുകൾ പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂൾ, കണ്ടോ, NTC സർട്ടിഫിക്കറ്റ് ആണ്. സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് സെയിം കോഴ്സ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. NAC സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ്. പോളിടെക്നിക് ഡിപ്ലോമ എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട്. 2 ഡിപ്ലോമ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ജനറൽ. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് NTCയുടെ കോഴ്സാണ്. അങ്ങനെ ഇതിൽ ഒരുപാട് കോഴ്സുകൾ അവർ പറയുന്നുണ്ട്. ഈ 7 കോഴ്സുകളും ഇതിന് ഇക്വലന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഡൗട്ടാണ്. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്സ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഏതാണ് ഇക്വലൻസി വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണോ, അങ്ങനെ കുറെ ഡൗട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. എന്താ അതില്, the candidates possessing this qualification can apply for the post by clicking the apply now button. Such candidates need not produce. അവിടെ കൃത്യമായി പറയുന്നുണ്ട് need not produce ആണ്.
ഇപ്പൊ ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ, ഈ സെയിം സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ എന്താണ് പറയുന്നത്? നീഡ് നോട്ട് പ്രൊഡ്യൂസ് എനി സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ദയർ ഇക്വലന്റ് ഹയർ ക്ലെയിം. ഈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ വേറെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നാണ് അവിടെ പറയുന്നത്. കൃത്യമായി അവിടെ അതില് അവർ പറയുന്നുണ്ട് അല്ലേ? However, the admissibility of these qualifications for the present selection will be examined afresh by the commission in the light of relevant government order or court order, if any. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. താഴെ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ അതിലാണ്, അതായത് ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂൾ, ഇത്രയും ക്വാളിഫിക്കേഷൻസ് ആണ് അവർ പറയുന്നത്. ഈ SSC എന്നുള്ള തന്നെ പലതിന്റെ ഉണ്ട്, നാക്കിന്റെ ഉണ്ട്, NTCD ഉണ്ട്, പോളിടെക്നിക് ഡിപ്ലോമ ഉണ്ട്. ഇത്രയും ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റഡ് ഇൻ ദി പ്രീവിയസ് സെലക്ഷൻ ഓഫ് ദിസ് പോസ്റ്റ്. ഇതിന് മുൻപത്തെ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഹയർ അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. NTC സ്റ്റെനോഗ്രാഫി, NTC സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, അതായത് നമ്മുടെ പോളിടെക്നിക്കിലെ 3 ഇയർ ഡിപ്ലോമയാണ്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് DSP, നമ്മള് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഡിപ്ലോമയാണ്, 2 വർഷത്തെ ഡിപ്ലോമയാണ്. പിന്നെ സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ്, അതൊക്കെ ITI കോഴ്സുകളാണ് കേട്ടോ. അതിന്റെ അക്രഡിറ്റേഷൻ ആണ് മാറുന്നത്. സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, എല്ലാം ഇത് തന്നെയാണ്. സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഇതിന്റെ എക്സാം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ചാൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കോഴ്സുകൾ ഉള്ളവര് വേറെ ഒരു തരത്തിലുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ്സുകളും അപ്ലോഡ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. ഇതില് ഓൾറെഡി നമ്മൾക്ക് കാണാം, നമ്മുടെ ആ ഒരു നിങ്ങൾക്ക് വന്ന മെസ്സേജിൽ കാണാം, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇക്വലൻസി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ കുറച്ച് പേര് DCP ഉള്ളവര് പറഞ്ഞു DCP ആണ് മിസ്സേ ഞാൻ, പക്ഷേ ഇക്വലൻസി വെച്ചിട്ടാണ് ഞാൻ അത് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണോ? പക്ഷെ വേണ്ട, നമ്മൾ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇക്വലൻസി സർട്ടിഫിക്കറ്റ്സുകൾ എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് വേണ്ടത് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയുള്ള കാര്യം, നമുക്കിപ്പോ എക്സാം കഴിഞ്ഞിട്ടുള്ളത് OMR എക്സാമിനേഷൻ ആണ്. നമുക്കിപ്പോ കുറച്ചു പേർക്കാണ്, എല്ലാവർക്കും വന്നിട്ടില്ല, കുറച്ചു പേർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് മോണിറ്ററിംഗ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് ജനറൽ കാറ്റഗറിക്കാണ് ഇപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ എനേബിൾ ചെയ്ത് ഇടണം എന്നാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു 10% ആണ് റിസർവേഷൻ ഉള്ളത്. അവര് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് EWS സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അതും കൂടി ഇതിൽ അപ്ലോഡ് ചെയ്യണം. ജനറൽ കാൻഡിഡേറ്റ്സിനോടാണ് കേട്ടോ, അത് അവർക്കാണ് EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അല്ലാത്തവർക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ അതിന്റെ ഡേറ്റ് നോക്കിയിട്ട്, അതായത് ചിലത് 1 ഇയർ ആണ്, ചിലത് 6 മന്ത്സ് ആണ്. അപ്പൊ അതൊക്കെ കറക്റ്റ് ഡേറ്റിലാണോ നിൽക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട്, അത് ഡേറ്റ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അതിന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക. ഇൻ കേസ് നമുക്ക് തോന്നുന്നു മാർച്ച് 1 ഒരു 3-ാം തീയതിയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അന്നത്തേക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള മെസ്സേജ്, നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള മെസ്സേജിൽ ഒരു സെഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ഇൻഫോം ചെയ്യണം. നിങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യണം. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് 3-ാം തീയതിക്ക് കിട്ടില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള മറുപടി തരും. കാരണം ഞാൻ 2-3 കുട്ടികളുടെ കേസ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപേക്ഷ കൊടുത്തു, പക്ഷെ അത് കിട്ടാൻ വൈകി പോയി, ഡേറ്റ് കഴിഞ്ഞു, അപ്ലോഡ് ചെയ്തില്ല, അവർക്ക് ആ ഒരു ചാൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ ആരും വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ ആ സെഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് അവർ ഒരു ഡേറ്റ് തരും, അതിനുള്ളിൽ അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ അതേപോലെ തന്നെ കൃത്യമായി ചെയ്യണം. കാരണം നിങ്ങൾ പഠിച്ച് നേടിയിട്ടുള്ള ഒരു വിജയമാണ്. ആരും ആ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തരുത്. എന്തെങ്കിലും ഒരു ചെറിയൊരു അറിവില്ലായ്മ കൊണ്ട് നിങ്ങളുടെ വലിയൊരു ചാൻസ് ആണ് നഷ്ടപ്പെടുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഈ ഒരു കോഴ്സും അതുപോലെ തന്നെ അതിന്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ നല്ലൊരു പോസ്റ്റ് ആണ് അല്ലെ, ടീച്ചിങ് ജോബ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു ജോബ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റ്സുകളൊക്കെ കയ്യിലുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 689/2022 സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റിന്റെ ഈ അടുത്താണ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളവര് ഈ ഒരു പോസ്റ്റിന് വേണ്ടി വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല.
കാരണം സെയിം ക്വാളിഫിക്കേഷൻ ആണ് അതിൽ പറയുന്നത്. അതും ITIയിൽ തന്നെ വേറൊരു ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണ്. ഏകദേശം നമ്മുടെ ഈ ഒരു കോഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ അതിലും കുറെ പേര് ചിലപ്പോ ലിസ്റ്റിലൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പൊ അവരൊന്നും വീണ്ടും ഇത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഇനി നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ് എന്താന്നുള്ളതാണ്. നമ്മളിപ്പോ പറഞ്ഞു OMR എക്സാമിനേഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് അടുത്തത് എന്നാണ് കുറെ പേർക്ക് സംശയം. അപ്പൊ ഇതൊരു ഷോർട്ട് ഹാൻഡ് സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കണ്ടതുകൊണ്ട് കുറെ പേർക്ക് എന്താണ് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഷോർട്ട് ആൻഡ് സ്പീഡ് എക്സാം ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, സ്പീഡ് ഉണ്ടോ, സ്പീഡ് പ്രാക്ടീസ് ചെയ്യണോ? പക്ഷെ ഇല്ല. ഇനി നമ്മുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാല് ഇന്റർവ്യൂ ആണ് കേട്ടോ. ഇന്റർവ്യൂ ആണ്, ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു. ഇനിയിപ്പോ കുറച്ച് ദിവസം നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൺലൈൻ ആയിട്ടാണ് അവർ വെരിഫൈ ചെയ്യുന്നത്. കാരണം ഇത് സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആയതുകൊണ്ട് സാധാരണ നമ്മൾ ഇപ്പോഴുള്ള അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. സാധാരണ ഇത് ഓൺലൈൻ ആയിട്ടാണ് അവർ വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങളെ അവർ മെസ്സേജിലൂടെ അറിയിക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൊഫൈൽ നോക്കാം. കാരണം നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സിന് ഇപ്പൊ അവർ പറയുന്ന എന്തെങ്കിലും മിസ്മാച്ച്, ഡേറ്റ് വ്യത്യാസമോ പേരിൽ വല്ല സ്പെല്ലിംഗ് വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മൊബൈലിലും മെസ്സേജ് വരും, അതുപോലെ തന്നെ പ്രൊഫൈലിലും മെസ്സേജ് വരും. ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൊഫൈൽ നോക്കാം കേട്ടോ. കാരണം ഈ ഒരു മാർച്ച് 3-4 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവരൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റിൽ പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇന്റർവ്യൂ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്താണ് ഇന്റർവ്യൂ, എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കുറെ ഡൗട്ട്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നിങ്ങളുടെ ഈ ഒരു സബ്ജക്ട് പഠിച്ച ആൾക്കാർ, നിങ്ങൾക്ക് അറിയാം ഇപ്പൊ എക്സാമിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ സിലബസ് പഠിച്ചു അല്ലെ. അതായത് കുറെ ഷോർട്ട് ആൻഡ് തിയറി കുറെ ചോദിച്ചു, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ, ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗം കൂടി നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഭാഗം തന്നെയാണ് ഇന്റർവ്യൂവിന് ചോദിക്കുക. അതായത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് ഇന്റർവ്യൂ. നിങ്ങളുടെ സബ്ജക്റ്റുമായി നിങ്ങൾക്ക് നോളജ് ഉണ്ടോ, അതുപോലെയുള്ള കാര്യങ്ങളാണ് സാധാരണ ഇന്റർവ്യൂവിന് ചോദിക്കുന്നത്. പ്ലസ് കുറച്ച് GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാലേ ഒരു ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ്, അങ്ങനെയുള്ള നമുക്ക് ജനറലി നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും പ്ലസ് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിരിക്കും ഇന്റർവ്യൂ. അപ്പൊ അതുപോലെ അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഇനിയുള്ള ദിവസങ്ങൾ ഇന്റർവ്യൂവിനുള്ളതാണ് അല്ലെ. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, ഷോർട്ട് ആൻഡ് തിയറി ടെക്സ്റ്റ് ബുക്ക് ഏകദേശം ഒരു 144 എക്സസൈസ് വരെയുള്ള എല്ലാ തിയറീസും നന്നായി തന്നെ പഠിക്കണം. പ്ലസ് ഓഫീസ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു നോട്ട് പഠിക്കണം. പിന്നെ GK, നമ്മൾ ഡെയിലി അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അതൊക്കെ ഒന്ന് പഠിക്കുക. GK എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ITI റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് ഇന്റർവ്യൂവിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായുള്ളത്. പിന്നെ കുറച്ച് പേർക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടില്ല കേട്ടോ. എല്ലാവർക്കും മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. മാർച്ച് 2-ാം തീയതിയാണ് അല്ലെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ഓക്കെ. അപ്പൊ എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടില്ല. കുറച്ച് പേർക്ക് വരാത്തവരുണ്ട് കേട്ടോ. വരാത്തവരാരും വിഷമിക്കണ്ട. നിങ്ങൾക്ക് അടുത്തൊരു പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, സൂപ്രണ്ടിന്റെ അതുണ്ടായിരുന്നു. അപ്പൊ അതിന് വീണ്ടും വേണ്ട. കട്ട് ഓഫ് നമുക്ക് പറയാനായിട്ട് ആയിട്ടില്ല. ഒരു 60 എബവ് ആണെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഈ ഒരു മെസ്സേജ് വന്ന ആൾക്കാരുടെ ഒരു മാർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ 60 എബവ് ആയിരിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റിലുള്ളത് കുറെ കാറ്റഗറി ഉണ്ടല്ലോ. സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ഇതിലുണ്ടാവും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കട്ട് ഓഫ് പറയാനായിട്ട് പറ്റില്ല. ഷോർട്ട് ലിസ്റ്റ് ഒരു നമുക്ക് 2 മാസം അത്രയും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ വരേണ്ടതാണ് സാധാരണ. ചിലപ്പോൾ അത് കൂടാൻ പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ എന്താ ഡൗട്ട് ഉള്ളത്? കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ 60 എബവ് ആയിരിക്കും കേട്ടോ. വേറെ എന്താ ഡൗട്ട് ഉള്ളത്? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മെസ്സേജ് വന്ന എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് വന്ന എല്ലാവർക്കും അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് വരേണ്ടതാണ്. പിന്നെ എല്ലാ പോസ്റ്റിനും സാധാരണ ഒരു മെസ്സേജ് വരാറുണ്ട്, ഈ മെസ്സേജ് വന്ന എല്ലാവരും ഉൾപ്പെടില്ല എന്നൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ
വളരെ കുറച്ച് പേരുടെ ലിസ്റ്റ് ഇടാറുള്ളൂ. കാരണം വേക്കൻസി കുറവാണല്ലോ. മറ്റുള്ളത് പോലെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വലിയൊരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു 100 പേരുടെ 200 പേരുടെ ഒന്നും ലിസ്റ്റ് ഇടാറില്ല. കുറച്ച് പേരുടെ ലിസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ അതായത് ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ലിസ്റ്റിൽ വരേണ്ടതാണ്. പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നത്. അത് പ്രോസസ്സിംഗ് ആണ്. നമ്മുടെ ഈ ഒരു ഇപ്പോ ഈ ഒരു പോസ്റ്റിന്റെ കാര്യങ്ങൾ പ്രോസസ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, ഇനി അത് വെരിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് പ്രോസസ്സിംഗ് കാണിക്കുന്നത് കേട്ടോ. പ്രൊഫൈലിൽ അതുകൊണ്ടാണ് പ്രോസസ്സിംഗ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞാൽ നമുക്കിപ്പോ കഴിഞ്ഞ ഒരു എക്സാമിന്റെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഇംഗ്ലീഷിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് ഒക്ടോബറിലാണെന്ന് തോന്നുന്നു. അതിന്റെ എക്സാം പക്ഷെ വന്നത് ജനുവരിയിലാണ്. അപ്പൊ ഒരു 2 മാസം 2.5 മാസം ഒക്കെയാണ് നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. 2 മാസം വിചാരിച്ചാൽ മതി. ചിലപ്പോൾ അതിന് മുൻപാവാം കേട്ടോ. 2 മാസം എന്തായാലും കിട്ടേണ്ടതാണ് നമുക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. അത് നമ്മുടെ കലണ്ടറിൽ അവർ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. 3 മാസം മുമ്പ് വരുമല്ലോ. അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് 1 മന്തിനുള്ളിൽ നിങ്ങൾ പഠിച്ചു തീർക്കാം. ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സാധാരണ പ്രൊസീജിയർ. ഇനിയിപ്പോ ഇപ്രാവശ്യം എങ്ങനെയാണ് PSC വിചാരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അത് ഇപ്പോഴേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, ഞാനിതിൽ ഉണ്ടാവുമോ, അതിന്റെ സർട്ടിഫിക്കറ്റ്, അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇന്റർവ്യൂവിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം കേട്ടോ. ഷോർട്ട് ഹാൻഡ് തിയറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാം. ഒരുപാട് ഭയങ്കര ഡീപ്പായിട്ട് ചോദിക്കുകയല്ല, എന്നാൽ കൂടി നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റണം. ധൈര്യത്തോടു കൂടി എല്ലാ ആൻസറും കൃത്യമായി പറയാനായിട്ട് സാധിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ തന്നെ ഷോർട്ട് ഹാൻഡ് ഒക്കെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇല്ല DSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയൽ പ്രാക്ടീസ് അല്ലേ, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. പോളിടെക്നിക് ഡിപ്ലോമ അതുള്ളവർക്ക് അത് 2 വർഷത്തിന്റെ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡിപ്ലോമയാണ്. അത് വേണ്ട, അവർക്കൊക്കെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാമെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. വേണ്ട. യെസ്, വേറെന്താണ് ഡൗട്ട്സ് ഉള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള ഈ ഒരു ഇത് എന്താ ഈ ഒരു ഓർഡർ പോലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. അതൊന്ന് നോട്ടൊന്ന് വായിച്ചു നോക്കണേ, കൃത്യമായി എഴുതിയിട്ടുണ്ട്. പോളിടെക്നിക്കിലല്ല, ഇത് ITIയിലാണ് കേട്ടോ. ITIയിലാണ്. എന്തായാലും നമുക്ക് കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം ഇത്തരത്തിലുള്ള എല്ലാ ജില്ലകളിലും ഇതുണ്ട്. അതുപോലെ തന്നെ ചില ITIകളിൽ 2 ട്രേഡ് ഉണ്ട്, 2 യൂണിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നും എക്സാം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 3-4 വർഷത്തിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഇനി എക്സാം വരുന്നത്. 2018 എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ 2025-24 എക്സാം. അപ്പൊ ഒരു 4 വർഷത്തോളം എടുത്തില്ലേ. ഒരു 4 വർഷം എന്തായാലും 3-4 വർഷം എന്തായാലും എടുക്കും ഇനി കേട്ടോ. 3 വർഷം എന്തായാലും ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അതിനുശേഷമാണ് 1-2 വേക്കൻസി ഉണ്ടെങ്കിൽ അവര് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, യെസ് ഷുവർ ഉണ്ടാവും കേട്ടോ. തരും, നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഉണ്ടായിരുന്ന സെഷൻ റെക്കോർഡഡ് ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം കേട്ടോ. ലാസ്റ്റ് ജോയിൻ ചെയ്തവർക്ക് കാണാം. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഗ്രൂപ്പിൽ സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. വേറെന്താണ്? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ഒന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്. അതെ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ. സ്റ്റേറ്റ് വൈഡ് പോസ്റ്റുകൾ നമുക്ക് ചിലത് നമ്മൾ തിരുവനന്തപുരത്താണ് ഇന്റർവ്യൂ നടത്താറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ ആയിട്ടാണ് അവർ വെരിഫൈ ചെയ്യാറുള്ളത്. കാരണം ഞാൻ ഈ അടുത്ത എക്സാം നടന്നതിന്റെ ഒക്കെ
അവർ ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരികയാണ് ചെയ്യുക. ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം, വീണ്ടും അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള എറർ മെസ്സേജുകളൊക്കെ വരാറുണ്ട്. മൊബൈലിലും വരും, നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുള്ള നമ്പറിലും വരും, പ്രൊഫൈലിൽ വരും. അപ്പോൾ ഒരു മാർച്ച് പകുതിയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. കാരണം അതിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് വെരിഫിക്കേഷൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ ഇതിന് ഇന്റർവ്യൂ ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും നിങ്ങൾ നേരിട്ട് അവിടത്തേക്ക് വിളിക്കണം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വെരിഫിക്കേഷന് നിങ്ങൾ വിളിക്കാറുണ്ട്. അപ്പൊ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഓൺലൈൻ ആക്കിയതിനു ശേഷം ഇന്റർവ്യൂവിനാണ് ഈ ഒരു പോസ്റ്റിന്, ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂവിന് നേരിട്ട് ഹാജരാവാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പൊ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ. അതായത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരൊന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാറില്ല. അവരൊക്കെ നമ്മൾ ഒഴിവാക്കിയതിനു ശേഷമാണല്ലോ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. അപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ വെരിഫൈ ചെയ്യും. വേണ്ട, ഓൾറെഡി നമുക്ക് വൺ ടൈം വെരിഫിക്കേഷൻ അല്ലേ, ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ആൾക്കാർ വീണ്ടും ചെയ്യണ്ട. കാരണം സെയിം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ ക്രീമി ലെയർ പോലുള്ള റിസർവേഷൻ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് വേണം. അവരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു വർഷത്തിൽ മേലെ ആയിട്ടുണ്ടെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം വീണ്ടും അത് അപ്ലൈ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഡൗട്ട് ഒന്നും ഇനി ഇല്ലാന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ എന്നാൽ നമുക്ക് ഈ സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, ശരി, താങ്ക് യു. മുന്നത്തെ പേരിൽ ഒരു 14 പേര് എടുത്തിട്ടുണ്ട്. അന്ന് ആ ഒരു മെയിൻ ലിസ്റ്റിൽ നിന്ന് എല്ലാവരെയും വിളിച്ചു. അവരിപ്പോ കുറച്ച് പേരൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് അതായത് വേറെ പോസ്റ്റിലേക്ക് പോയവരുണ്ട്. അപ്പൊ അതുകൊണ്ട് വേക്കൻസി ഉണ്ടെന്നാണ് നമ്മൾ അന്വേഷിച്ച് പറഞ്ഞത് കേട്ടോ. ഇല്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. ആ കൃത്യമായി വായിച്ചു നോക്കുക. ഒരു 7 എണ്ണം പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അത്രയും സർട്ടിഫിക്കറ്റുകൾ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പൊ ഈ പറഞ്ഞ സെൽഫ് ഡിക്ലറേഷൻ ഒക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ വേറെ പ്രൊഫൈൽ ഇടും, അതാണ് എടുത്തുകൊണ്ട് പോകേണ്ടത്. കട്ട് ഓഫ് നമുക്ക് അറിയില്ല, ഒരു 60 എബോവ് ആണെന്നാണ് വിചാരിക്കുന്നത്. 60 എബോവ് തന്നെ ആയിരിക്കുള്ളൂ. അതെ, ആദ്യത്തെ 69 ആയിരുന്നു. യെസ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ ക്ലാസിന്റെ കാര്യം ചോദിച്ചിരുന്നു. നമുക്കത് തീരുമാനിക്കാം കേട്ടോ, ആലോചിക്കാം. ഇന്റർവ്യൂവിന്റെ സമയത്തുള്ള ക്ലാസ്സിലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാറിനോട് സംസാരിച്ചിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ. എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. ഓക്കെ, ക്ലാസ് വേണമെന്നല്ലേ? ഓക്കെ, ഓക്കെ, താങ്ക് യു.